എല്ലാവർക്കും നമസ്കാരം. ദേവര എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ കണ്ടിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഡയറക്ടർ നമ്മുടെ കൊറ്റല ശിവയാണ്. ജനതാ ഗ്യാരേജൊക്കെ ഡയറക്ടറുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമറ്റോഗ്രഫി രംഗസ്ഥലത്തിൻ്റെ സിനിമറ്റോഗ്രാഫർ ആയിട്ടുള്ള രത്നവേലാണ് ചെയ്തിട്ടുള്ളത്. പടം 300 കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്നാണ് ഗൂഗിൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ NTRൻ്റെ പടമാണ്. NTRനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്രകാശ് രാജിനെ കുറിച്ച് പറയാം. പുള്ളിയാണല്ലോ സിനിമയിൽ സാധാരണ ഇപ്പോൾ കഥ പറയുള്ളത്. നമ്മുടെ KGF 2 നമ്മൾ കണ്ട പോലെ, അതുപോലെ നമ്മുടെ കിങ് ഓഫ് കത്തയിലെ ഗോകുൽ സുരേഷിനൊക്കെ പോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ഒരു പ്രത്യേക എന്തുവാടേത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് പുള്ളി പിടിച്ചിട്ടുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണം സീരിയലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദിയായിട്ട് വേഷപ്പകർ ചെയ്തേക്കാണ്. അതായത് ഒരു ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ക്യാരക്ടറിൽ നിന്നും നമ്മുടെ ചരിത്രമായിട്ടുള്ള നരേന്ദ്രമോദിയുമായിട്ട് അങ്ങ് ഒരുമിച്ചിട്ടുള്ളൊരു കഥാപാത്രത്തിലാണ് പുള്ളിയുടെ മേക്ക് ഓവർ വരുന്നത്. കൊള്ളാം, ഒരു ഡിഫറെൻ്റ് അപ്രോച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നായകൻ്റെ ഇൻട്രോ വരുന്നത്. നമ്മുടെ സുരയിൽ നമ്മൾ വിജയ് ചാടുന്നത് കണ്ടിട്ടുണ്ട് ഡോൾഫിനായിട്ട്. ഇതിൽ സ്രാവായിട്ടാണ് നമ്മുടെ NTR ചാടുന്നത്. ജമ്പിങ് ഇത്തിരി കൂടെ പൊക്കത്തിലാണ്, അത് നൈസായിട്ടുണ്ട്. പിന്നെ സെയ്ഫ് അലി ഖാനൊക്കെ നമ്മുടെ NTRൻ്റെ കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സെയ്ഫ് അലി ഖാനും ദേവരായിട്ടുള്ള നമ്മുടെ NTRും കൂടെ ചാടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പരിചയമുള്ളൊരു മുഖം വന്നു. അതായത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഭയങ്കര സന്തോഷം കേട്ടോ. പുള്ളി പല ലാംഗ്വേജിലൊക്കെ ഇട്ട് പോയി ഇങ്ങനെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. അവർക്ക് ആ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കതൊരു സന്തോഷമാണ്. അങ്ങനെ മുറ്റത്തൊരു മൈന എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു മൈന നരേൻ ഈ സിനിമയിലുണ്ട്. ഷിപ്പിലൊരു കസ്റ്റംസ് ഓഫീസറായിട്ടാണ് നരേൻ വരുന്നത്. നരേനെ കണ്ട പാടെ നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ഷിപ്പിൻ്റെ ഒരു മൂലയിൽ അറ്റത്ത് വവ്വാലിനെ പോലെ തലകീഴായിട്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. എന്തോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കൊള്ളാം, അതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നായകനെക്കുറിച്ച് ബാക്കി പറയുന്നതിന് മുമ്പ് സെയ്ഫ് അലി ഖാനെ കുറിച്ച് പറയണം. പുള്ളിക്ക് ആദ്യ പുരുഷിൽ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉറങ്ങി എണീറ്റ് പുള്ളി ഒരു വേഷപ്പകർച്ചയിലോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് പുള്ളി കുറച്ച് ട്രിം ചെയ്തു. പിന്നെ നല്ല സൈസ് വെച്ചിട്ട് നല്ല ബൾക്കി ആയിട്ടുണ്ട് പുള്ളി. നല്ല മസിൽസൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ രാവൺ പുള്ളിയിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ഒരു വേഷപ്പകർച്ച ഒന്നുമല്ല പുള്ളീൻ്റെ അത് ചെയ്യുന്നത്, 2 വേഷപ്പകർച്ച ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇതേ മനുഷ്യൻ അടുപ്പിൽ പോയിട്ട് അടുപ്പിലെ കരി എടുത്ത് കണ്ണിൻ്റെ അടിയിൽ തേച്ചിട്ട് ബാക്കി കിടക്കുന്ന ചാരം എടുത്ത് തലയിലിട്ടിട്ട് പുള്ളി കുറച്ച് ഓൾഡ് മാനായിട്ട് വരുന്നുണ്ട്. ഓൾഡ് മേക്കപ്പ് പിക്കിൾസ്. നമ്മുടെ തങ്കച്ചൻ വിതുരയുണ്ടല്ലോ, പുള്ളിയുടെ പരിപാടിയൊക്കെ തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഹിറ്റാന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോൾ എനിക്ക് വിശ്വാസമായി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നായികയുടെ വരവ്. അയ്യോ, അങ്ങോട്ട് പോകുന്നതിനൊന്നും നമുക്ക് കുറച്ചും കൂടെ പറയാനുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ചില ലീലാവിലാസങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ആ ലുങ്കിയും ആ ഷർട്ടും ആ ബീഡി വലയൊക്കെ നമ്മൾ കുറുപ്പിൽ കണ്ടില്ലേ, സെയിം ഐറ്റം ഇതിലും പിടിച്ചിട്ടുണ്ട്. പുള്ളിക്ക് സിനിമ മാറിയത് ഇൻഡസ്ട്രി മാറിയതൊന്നും അറിയത്തില്ല. അതേ ക്യാരക്ടർ പുള്ളി വേണമെന്ന് ഡയറക്ടർ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും പുള്ളി അത് ചെയ്തത്. അല്ലെങ്കിൽ പുള്ളി മാറ്റി ചെയ്യാനും തയ്യാറാണ്. പുള്ളി നമ്മുടെ ബീസ്റ്റിൻ്റെ അകത്ത് പുട്ടുപോലെ വിജയ്ക്ക് കിടന്ന് മറ്റേ ഈ ഒറ്റ കൈക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിന്ന് കൊടുത്ത ആളാണ്. അപ്പം ഡയറക്ടർ പറയുന്ന പോലെ പുള്ളി ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി NTR എൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലുങ്കിയുണ്ട്, ഷർട്ടുണ്ട്, പിന്നെ തോളിലൊരു കറുത്ത തോർത്തുണ്ട്. ഈ തോർത്ത് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെടുത്ത് അരയിൽ കെട്ടും, അല്ലെങ്കിൽ തലയിൽ കെട്ടും, അല്ലെങ്കിൽ എടുത്ത് കുളിക്കുമെന്നൊക്കെ. പക്ഷേ ഇല്ല, പുള്ളി ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടൊരു കാര്യമാണ്. അതായത് ആളില്ലാത്തൊരു പാറപ്പുറത്ത് പോയിട്ടിരുന്നിട്ട് ഈ തോർത്തെടുത്ത് അലക്കും. അത് വായുവിൽ അലക്കും. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഈ തോർത്ത് വെച്ച് ചെയ്യാന്ന് പറയുന്നത് അത് വെറൈറ്റി ആയിട്ടുണ്ട്. അത് രസമായിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ ആ ഒരു സ്റ്റൈൽ വെച്ച് പുള്ളി അതൊക്കെ അത്രയെങ്കിലൊക്കെ ചെയ്തല്ലോ, അത് വലിയ കാര്യം തന്നെ. അത് ചെയ്യിപ്പിച്ച കൊരട്ടൽ ശിവയ്ക്ക് നമ്മൾ കുറച്ച് പൂക്കൾ കൊടുക്കണം. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞില്ല, നമുക്ക് അത്തപ്പൂ കൊടുക്കാം. പിന്നെ NTRൻ്റെ ഒരു ഡയലോഗുണ്ട്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്ന്. ഒരു ഡസൻ ആളുകളെ കൊന്നു കഴിഞ്ഞിട്ടുള്ള സീനിൽ പുള്ളി പറയുന്ന ഡയലോഗാണിത്. പുള്ളിക്ക് ആ ഡയലോഗുകൾ എഴുതി കൊടുത്തവരും നമ്മൾ കുറച്ച് പൂക്കൾ കൊടുക്കണം. നിങ്ങൾക്ക് പുതിയ പൂക്കളുടെ പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ NTRൻ്റെ പേര് ദേവര എന്നാണ്. NTRൻ്റെ മോൻ്റെ പേര് വര എന്നാണ്. ഇപ്പോൾ NTRൻ്റെ പേര് രായപ്പൻ എന്നായിരുന്നെങ്കിൽ മോൻ്റെ പേര് അയ്യപ്പൻ നായനെ. ഇപ്പോൾ രായപ്പനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് രായപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് രാജുവേട്ടനും കൊത്തരാജും ഒക്കെ ഓർമ്മ വരും. വിഷയത്തിൽ നമ്മൾ തെന്നി മറന്നു. പക്ഷേ ഏതാണ്ട് ഒരുപോലെയൊക്കെ തോന്നും. ഇനി സിനിമയുടെ ബീജത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അനിരുദ്ധ നല്ല കട്ട പണിയെടുത്തിട്ടുണ്ട്. കെട്ടിയിട്ട് പണിയെടുപ്പിച്ച പോലെയാണ് തോന്നിയിട്ടുള്ളത്. അമ്മാതിരി സാധനം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും അത് രസിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ചില സീനുകൾ നന്നായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ മ്യൂസിക് കാരണം. പിന്നെ പുള്ളി അങ്ങ് മ്യൂസിക്കിലോട്ട് അങ്ങ് ഇഴുകിച്ചേർന്ന്
അങ്ങ് ചെയ്ത് കടപ്പുറത്ത് വെച്ച് പുള്ളി സാക്സഫോണും സെല്ലോയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു അങ്ങോട്ട് അലക്കിയിട്ട് പുള്ളി അങ്ങ് വെസ്റ്റേൺ മ്യൂസിക്കിലോട്ടൊക്കെ പോകും. അതായത് ഓ മറ്റേ ടൈറ്റാനിക്കിലോട്ടൊക്കെ, ടൈറ്റാനിക് കൊണ്ട് കടപ്പുറം ജെട്ടിയിൽ കൊണ്ട് ടൈറ്റാനിക് കൊണ്ട് ഇട്ടാൽ എങ്ങനെ ആ രീതിയിലോട്ടൊക്കെ മിക്സിങ് പോയിട്ടുണ്ട്. കൈവിട്ട് പോയിട്ട് പുള്ളി കടലിൽ പോയി ഷാർക്കിനൊക്കെ റൈഡൊക്കെ കൊടുത്തിട്ട് പുള്ളി തിരിച്ചു വന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏരിയയിലെ മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോൾ ആ ഏരിയയിലെ ആളുകൾക്കൊരു കൾച്ചർ ഉണ്ടാവണം. അപ്പോൾ ആ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ നൈസാണ്. ഇത് പുള്ളി നമ്മുടെ ലിയോയിൽ ചെയ്ത പോലെ, ലിയോയിലൊരു സ്റ്റൈലിഷ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ മ്യൂസിക് ബ്ലെൻഡായിട്ട് പോകും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് നാടൻ കഥാപാത്രമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ കൾച്ചർ കൊണ്ടുവരിക എന്നൊന്നും നോക്കാണ്ട് ഒറ്റ പോക്കങ്ങ് പോയി. അതെങ്ങോട്ടോ പോയി, കിട്ടാതെ പോയിട്ടുണ്ട്. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് നായികയുടെ ഇൻട്രോ എന്നൊക്കെ പറയുന്നത്. അതായത് ആദ്യത്തെ ഹാഫിൽ ഫുള്ള് വെട്ടും കൊലയായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ കല്യാണം കഴിക്കണം. ആരെ കല്യാണം കഴിക്കണം? ദേവരുടെ മോൻ വരെ കല്യാണം കഴിക്കണം. വരെ കിട്ടിയില്ലെങ്കിൽ ഉള്ളു വേറെ ആരിലൊക്കെ നോക്കത്തുള്ളൂ. നായികയുടെ ഒരു പാട്ടുണ്ടേ, നമ്മുടെ ചുട്ടമല്ലി ചെപ്പ് ആ സാധനം. അതിനുശേഷം നായിക ഒരു കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് മൂടി, പിന്നെ നായിക കാണാനില്ല. പിന്നെ ഒരു സീനിൽ പോലും നായിക വരുന്നില്ല. ആ ഒരു പാട്ടിന് വേണ്ടി പുള്ളിക്കാരെ ഇവിടെ വിളിച്ചു വരുത്തി. അതേതായാലും ഗുണം ചെയ്തിട്ടുണ്ട്, പടത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെയൊക്കെ സ്പേസ് കൊടുക്കാം. ചുമ്മാ ക്യാരക്ടേഴ്സിനെ വലിച്ചുകൊണ്ടിരാതെ. അപ്പോൾ അത്രയും സമയം കളഞ്ഞില്ല നിങ്ങൾ. അത് ഇതിൽ ചുരുക്കിയിരുന്നെങ്കിൽ എത്രത്തോളം അത് ഗുണം ചെയ്തേനെ. പ്രൊമോഷൻ നിങ്ങൾക്ക് വേറെ സോങ് കൊടുക്കാമല്ലോ. പ്രൊമോഷന് വേണ്ടി ഇപ്പോൾ സിനിമയിലില്ലാത്ത എത്ര സോങ്ങുകൾ പ്രൊമോഷന് വേണ്ടി പോകുന്നുണ്ട്, അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ മോഹൻലാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ആ പുതപ്പിലുള്ള ഒടിൻ്റെ ഫൈറ്റൊക്കെ ഇല്ലേ, അതേ സെയിം ഒരു ഫൈറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റിന് ശേഷം ഒരു സെക്കൻഡ് ക്ലൈമാക്സും കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. അതും ബാഹുബലിയുടെ അതേ ക്ലൈമാക്സ്. ബാഹുബലി കൊച്ചു പിള്ളേർ വരെ കണ്ടു കഴിഞ്ഞ ഒരു സീസണാണിത്. അത് എനിക്ക് തോന്നുന്നു 3-4 വയസ്സുള്ള പിള്ളേർക്ക് വരെ ബാഹുബലിയെക്കുറിച്ച് അറിയാം. എന്നിട്ടും അതേ ക്ലൈമാക്സ് കൊണ്ടുവന്നിട്ടുള്ള കൊരട്ടല ശിവ അങ്ങർക്ക് വീണ്ടും നമ്മളൊരു പൂ കൊടുക്കുകയാണ്. ഈ പൂക്കളെല്ലാം അവിടെ എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ദൃശ്യവിസ്മയമായിരുന്നു. ഇപ്പോൾ വരാം. ഏതായാലും നിങ്ങളും പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയൊരു സിനിമയാണ്. 2 മണിക്കൂർ 57 മിനിറ്റുള്ളൊരു സിനിമയാണ്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തന്നെയാണ് ദേവര തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട്. മസാല വർക്കായിട്ടുണ്ട് ചിലയിടങ്ങളിൽ. സോ അവർക്കത് മതിയായിരിക്കുമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. ചില തമിഴ് സംവിധായകർ തമിഴ് ഓഡിയൻസ് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് മലയാള സിനിമകളുടെ ഒരു വരവ് കൊണ്ടാണെന്ന് പറയുന്നൊരു സമയത്തിലാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് തെലുങ്കും കന്നഡയും ഇതൊക്കെ ആസ്വദിക്കുമെന്ന്. എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പില്ല, പക്ഷേ അവർക്കുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ അധികം ലോജിക്ക് നോക്കാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ പഴയ സിനിമകളൊക്കെ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സീനുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.